കഴിഞ്ഞ ദിവസമാണ് ലക്ഷങ്ങളുടെ മോഷണകഥ നാട്ടിൽ പാട്ടാകുന്നത്. ഇടുക്കി കോമ്പയാർ സ്വദേശിനിയായ വീട്ടമ്മ തന്റെ അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന 18 ലക്ഷം രൂപ പട്ടാപ്പകൽ ബൈക്കിൽ ഹെൽമറ്റ് ധരിച്ചു വന്ന യുവാക്കൾ മുളകുപൊടി വിതറി കവർച്ച ചെയ്തു എന്നായിരുന്നു കഥ. ഇത് പ്രചരിപ്പിച്ചതും വീട്ടമ്മ തന്നെ. മോഷണ വാർത്ത പരന്നതോടെ ഇടുക്കി SP TK വിഷ്ണു പ്രദീപ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. കട്ടപ്പന DYSP നിഷാദ് മോൻ, നെടുങ്കണ്ടം CI ജർലിൻ പീസ്കറിയ, SI ജയകൃഷ്ണൻ നായർ എന്നിവരടങ്ങിയ പ്രത്യേക സംഘം നേരിട്ടെത്തി. പ്രാഥമിക പരിശോധനയിൽ തന്നെ മോഷണക്കഥയിൽ പോലീസിന് സംശയം തോന്നി. പിന്നീട് വിശദമായ പരിശോധന. വീട്ടിൽ മോഷണം നടന്നിട്ടില്ലെന്ന് പോലീസിന് ബോധ്യമായി. പിന്നീട് വീട്ടമ്മയെ വിശദമായി ചോദ്യം ചെയ്തു. ഇതോടെയാണ് മോഷണത്തിന്റെ കഥയും തിരക്കഥയുമെല്ലാം വീട്ടമ്മ തന്നെ മെനഞ്ഞതാണെന്ന് വ്യക്തമാകുന്നത്. വീട്ടമ്മ ഓണച്ചിട്ടി നടത്തിയ ഇനത്തിൽ 156ഓളം ആളുകൾക്ക് ചിട്ടി തീർന്നതിനാൽ പണം നൽകേണ്ടതുണ്ട്. ഇത് നൽകാൻ കഴിയാതെ വന്നതോടെയാണ് 18 ലക്ഷം രൂപയുടെ കവർച്ച കഥയുണ്ടാക്കി പ്രചരിപ്പിച്ചത്. പക്ഷേ മണിക്കൂറുകൾ മാത്രമായിരുന്നു ആ കഥയ്ക്ക് ആയുസ്സുണ്ടായിരുന്നത്. ഒടുവിൽ കള്ളി വെളിച്ചത്തായി. ദിവസങ്ങൾ പ്ലാൻ ചെയ്ത് വീട്ടമ്മ നാട്ടിൽ പ്രചരിപ്പിച്ച മോഷണകഥ 2 മണിക്കൂർ കൊണ്ട് പോലീസ് പൊളിച്ചെടുക്കി. ഇതോടെ യഥാർത്ഥ കഥ നാട്ടുകാർക്ക് ബോധ്യമാവുകയും ചെയ്തു. റിപ്പോർട്ടർ, ഇടുക്കി.